ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറയാനായിട്ട് പോകുന്നത് ഒരു മണിയുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ ലോൺസുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമാണ് ഞാൻ പറയാനായിട്ട് പോകുന്നത്. അതായത് വേറൊന്നുമല്ല, എൻ്റെ ലൈഫിൽ ഞാൻ ഇനിയൊരു ലോൺ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, അത് മിക്കവാറും സംശയമായിരിക്കും, എന്നാലും ലോൺ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ചെക്ക് ചെയ്യാനായിട്ട് പോകുന്ന കുറച്ച് കാര്യങ്ങളായിരിക്കും ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞു പോകുന്നത്. അത് നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു. കാരണം ഇനിയൊരു ലോൺ എടുക്കാനായിട്ട് പോകുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതിൽ നിന്ന് ഒരു പോയിൻ്റെങ്കിലും കിട്ടാതിരിക്കില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് പോയിൻ്റ് എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് പോയിൻ്റ് ഞാൻ ഇതിനകത്ത് പറയാനായിട്ട് പോകുന്നതെന്ന് പറഞ്ഞാൽ, നിങ്ങൾ ആ ലോണിൻ്റെ പ്രോപ്പറായിട്ടുള്ള പർപ്പസ് എന്താണെന്നുള്ളത് കറക്റ്റ് വാലിഡേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതിനൊരു ക്ലാരിറ്റി കൊണ്ടുവരിക. ഞാൻ ഈ ലോൺ എടുക്കുന്നത് എന്തിനാണ് എന്നുള്ളൊരു ക്ലാരിറ്റി നിങ്ങൾ കൊണ്ടുവരിക എന്നുള്ളതാണ്. പലപ്പോഴും നമുക്ക് പറ്റുന്നൊരു അബദ്ധം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, വേറെ ആരുടെയെങ്കിലും ഒരു പ്രോപ്പർട്ടിയോ അല്ലെങ്കിൽ വേറെ ആരുടെയെങ്കിലും ഒരു ലൈഫ് സ്റ്റൈലോ ഫീച്ചറോ കണ്ടിട്ട് ഇപ്പോൾ ഒരു ഫോൺ വാങ്ങുന്നതെന്ന് പറയുമ്പം അയാളുടെ കയ്യിൽ ആ ഫോൺ ഇരിക്കുന്നു, എനിക്കും ആ ഫോൺ വേണം എന്നുള്ളൊരു രീതിയിൽ നമ്മൾ ഒരു ലോൺ എടുത്തിട്ട് ഫോൺ വാങ്ങാനായിട്ട് ഇരിക്കുന്ന, അല്ലെങ്കിൽ ഇനിയിപ്പോൾ എന്തായാലും ലോൺ എടുത്തിട്ട് ഈ കാര്യം ചെയ്യാനായിട്ട് പറ്റും എന്നുള്ളൊരു തെറ്റിദ്ധാരണയിലൊക്കെ നമ്മൾ ആ ഒരു ലോണിലേക്ക് പോവുകയാണ് സാധാരണ ചെയ്യുന്നത്. അപ്പോൾ ഇമ്പൾസീവ് ആണോ എന്നുള്ളത് ഒന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യുക. അപ്പോൾ അതിനൊരു ക്ലാരിറ്റി, അതിനൊരു പർപ്പസ് ആദ്യം ഡിഫൈൻ ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ രണ്ടാമത്തെ കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങളുടെ ഈ EMI, അതായത് നിങ്ങളിനി ലോൺ എടുത്തിട്ട് എന്തായാലും ഒരു EMI ഉണ്ടാവുമല്ലോ. ഈ EMI സോഴ്സ് നിങ്ങൾ ഏത് സോഴ്സിൽ നിന്നാണ് നിങ്ങൾ EMI അടയ്ക്കാനായിട്ട് നോക്കുന്നതെന്നുള്ളത്. ചില ആൾക്കാർക്കെന്ന് പറയുമ്പോൾ ഈ ലോൺ എടുത്തു കഴിഞ്ഞാൽ എന്തെങ്കിലും ബിസിനസ് ആവശ്യമായിട്ടോ, അല്ലെങ്കിൽ ആ ലോൺ എടുത്തു കഴിഞ്ഞാൽ ആ ലോൺ എടുക്കുന്ന സാധനത്തിൽ നിന്ന് ഒരു അസറ്റ് ബിൽഡ് ചെയ്തിട്ട് അതിൽ നിന്ന് ഇൻകം കിട്ടുന്ന എന്തെങ്കിലും കാര്യമായിരിക്കും അവർ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ അസറ്റിൽ നിന്ന് കിട്ടുന്ന പ്രോഫിറ്റോ അല്ലെങ്കിൽ അതിൽ നിന്ന് കിട്ടുന്ന മണിയോ ഉപയോഗിച്ച് നിങ്ങൾക്ക് ആ ലോൺ അടച്ചു പോകാനായിട്ട് പറ്റും. ചില ആൾക്കാർ ചെയ്യുന്നൊരു മിസ്റ്റേക്ക് എന്ന് വെച്ചാൽ, ഒരു സോഴ്സ് മാത്രം കാണും. ഈ ഒരു സോഴ്സ് മാത്രം കാണുന്നവർക്ക് പെട്ടെന്ന് ആ സോഴ്സ് ബ്ലോക്ക് ആവുകയോ അല്ലെങ്കിൽ ഒരു മാസം എന്തെങ്കിലും ചെയ്യാനായിട്ട് EMI അടയ്ക്കാനായിട്ട് പറ്റാതെ വരുമ്പോൾ, നിങ്ങൾ ഏത് സോഴ്സിലാണ് പിന്നീട് അത് കണ്ടിന്യൂ ചെയ്ത് പോകാനായിട്ട് പോകുന്നത്, അല്ലെങ്കിൽ ഒരു 3 മാസം അല്ലെങ്കിൽ ഒരു 6 മാസം ഒരു ഡെഡ് ലൈൻ വയ്ക്കുക. ഈ ഒരു ടൈമിൽ ഒരു എമർജൻസി ഫണ്ട് നിങ്ങൾ കരുതുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തുക എന്നുള്ളതാണ്. മൂന്നാമത്തെ കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങളുടെ പ്രോപ്പറായിട്ടുള്ള അവെയർനെസ് ഇതിനകത്ത് കൊണ്ടുവരിക. കാരണം ഈ ലോൺ എടുത്ത് ഞാൻ ഈ പ്രോഡക്റ്റ് വാങ്ങിച്ചാലോ അല്ലെങ്കിൽ ഈ ഒരു പ്രോപ്പർട്ടി വാങ്ങിച്ചാലോ എന്താണ് നിങ്ങൾ ആ ലോണിൻ്റെ പർപ്പസ്, ഇത് ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് വരുമോ, അതായത് ഇതിനൊരു 6 മാസം ഡിലേ ആക്കാൻ പറ്റുമോ. ഇപ്പോൾ നമ്മൾ ഓൾറെഡി വീഡിയോസിലൊക്കെ പറയുന്നത്, പ്രൊക്രാസ്റ്റിനേഷൻ എന്ന് പറയുമ്പോൾ ഓരോ കാര്യങ്ങൾ മാറ്റി വയ്ക്കുന്നത് മോശമായിട്ട് കാണുന്നൊരു ഇതുണ്ട്. അപ്പോൾ അതുപോലെ ഇതെന്ന് പറയുന്നത് ഒരു പോസിറ്റീവ് പ്രൊക്രാസ്റ്റിനേഷനാണ്. അതായത് നമ്മളിപ്പോൾ ഈ മാസം ചെയ്യാനായിട്ട് പോകുന്ന കാര്യം നിലവിൽ വേണ്ട, ഒരു 6 മാസം അല്ലെങ്കിൽ ഒരു 3 മാസം കഴിഞ്ഞിട്ട് ചെയ്താലും മതി എന്നുള്ളൊരു കാര്യമാണെന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ നിങ്ങൾക്ക് ആ ലോൺ ഇല്ലാതെയും ഈ ഒരു കാര്യം ചെയ്യാനായിട്ട് പറ്റിയെന്ന് വരും. പലരും ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ, എനിക്ക് ഇൻസ്റ്റൻ്റായിട്ട് എനിക്ക് ഇപ്പോഴും തന്നെ ഈ ഒരു കാര്യം എന്തായാലും ചെയ്യണം എന്നുള്ളൊരു വാശിയിലൊക്കെ ചില ആൾക്കാർ ചെയ്യുന്നവരുണ്ട്. പിന്നീട് പെട്ടെന്ന് തന്നെ അത് ഡ്രോപ്പായിട്ട് പോകുന്നതും കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ആ ഒരു ഏതെങ്കിലും വാശിയിലാണോ ഇത് ചെയ്യുന്നതെന്നുള്ളതൊന്ന് അനലൈസ് ചെയ്യുക. നിങ്ങളൊരു അവെയർനെസ് കൊണ്ടുവരിക. നിങ്ങൾക്കിത് ചെയ്യാതെയും ഒരു 2-3 മാസം കൂടെ മുന്നോട്ട് പോകാനായിട്ട് പറ്റുമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് വെയിറ്റ് ചെയ്യുക. ചിലപ്പോൾ ആ മാസം ഒരു 3 മാസം അല്ലെങ്കിൽ 6 മാസം കഴിയുമ്പോൾ ആ ഒരു പ്രോഡക്റ്റോ അല്ലെങ്കിൽ ആ ഒരു ലോൺ എടുക്കേണ്ട ആവശ്യം, അല്ലെങ്കിൽ അത് വെറുതെ ആയിരുന്നു അപ്പോഴത്തെ ഒരു തോന്നൽ, എനിക്കത് തോന്നിയതാണെന്ന് മനസ്സിലാക്കുന്ന പല ആൾക്കാരും ഉണ്ട്. ഞാനീ പറയുന്ന കാര്യങ്ങളൊക്കെ എൻ്റെ എക്സ്പീരിയൻസിൽ നിന്നും, അല്ലെങ്കിൽ ഞാൻ ഇനി ഒരു ലോൺ എടുക്കാനായിട്ട് പോകുന്നുണ്ടെങ്കിൽ ചെയ്യുന്ന കാര്യങ്ങളുമാണ്. നിങ്ങൾക്കിത് വേണമെങ്കിൽ അക്സെപ്റ്റ് ചെയ്യാം, ഇല്ലയെന്നുണ്ടെങ്കിൽ റിജക്റ്റ് ചെയ്യാം. ഇത് തന്നെ നിങ്ങൾ അപ്ലൈ ചെയ്യണമെന്നല്ല ഞാൻ പറയുന്നത്. ഓക്കെ, നാലാമത് വരുന്നൊരു സ്ട്രാറ്റജി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതൊക്കെ സിമ്പിളായിട്ടുള്ള കാര്യമാണ്. ചില ആൾക്കാർക്ക് ഇത് സിമ്പിളായിട്ട് തോന്നും, ചില ആൾക്കാർക്ക് ഇതൊരു വലിയ കാര്യമായിട്ട് തോന്നും. പക്ഷേ എനിക്കിതൊരു വലിയ കാര്യമാണ്. കാരണം ഇനി ഞാനൊരു ലോൺ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന മെത്തേഡ്സൊക്കെ ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ടേ ആ ലോണിലേക്ക് ഞാൻ നീങ്ങുള്ളൂ. അപ്പോൾ നാലാമത്തെ കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പേ ബിഫോർ അപ്രൂവൽ എന്നാണ് പറയുന്നത്. പേ ബിഫോർ അപ്രൂവൽ എന്ന് പറഞ്ഞാൽ, നമ്മളൊരു ലോൺ എടുത്തിട്ടാണ് നമ്മളതിന് EMI പേ ചെയ്യുന്നത്. പക്ഷേ ഞാനിതിൽ പറയുന്ന ഒരു കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളിപ്പോൾ ഒരു EMI ഇത്ര രൂപയാണ്, ഇപ്പോൾ 10,000 രൂപയാണെന്നുണ്ടെങ്കിൽ ആദ്യത്തെ ഒരു 2-3 മാസം നിങ്ങളൊന്ന് റിസർവ് ചെയ്ത് വെക്കുക ഈ മണി. ഈ റിസർവ് ചെയ്ത് വെക്കുമ്പോഴെന്ന് പറഞ്ഞാൽ, ഇതൊരു ഓട്ടോമേഷൻ അല്ലെങ്കിൽ ഒരു ഓട്ടോ പൈലറ്റ് മോഡിൽ, പലർക്കും ഇത് പറ്റാറില്ല. അങ്ങനെ പറ്റാതെ വരുമ്പോൾ നിങ്ങളത് തിങ്ക് ചെയ്യുക, കാരണം എനിക്ക് ഈ ലോണ് ശരിക്കും പറ്റുമോ ഇല്ലയെന്നുള്ളത്. കാരണം ഈ മെത്തേഡ് ഫോളോ ചെയ്യുമ്പോൾ, ഞാൻ ഈ പറഞ്ഞ പോലെ 2-3 മാസം അല്ലെങ്കിൽ ഒരു 6 മാസം വരെയുള്ള EMIയുടെ ഒരു എമൗണ്ട്, ഇപ്പോൾ 6 മാസമൊന്നും പെട്ടെന്നെടുത്ത് ഡെഡായിട്ട് ഇടണമെന്നല്ല ഞാൻ പറഞ്ഞത്. എന്നാലൊരു 3 മാസമെങ്കിലും നിങ്ങൾ അഡ്വാൻസ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ, എന്തെങ്കിലും ഒരു മാസം നിങ്ങൾക്കത് ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിലും ആ ലോണിൽ
ഓട്ടോമാറ്റിക്കായിട്ട് അടഞ്ഞു പോകും. അപ്പോൾ ഞാൻ ഇവിടെ പറയുന്ന കാര്യം എന്ന് പറഞ്ഞാൽ, നിങ്ങൾ ലോൺ എടുക്കുന്നതിന് മുന്നേ ഈ 3 മാസവും നിങ്ങൾക്ക് ഈ എമൗണ്ട് നിങ്ങളുടെ റിസർവ് ചെയ്യുന്ന അക്കൗണ്ടിലേക്ക് മാറ്റാൻ പറ്റുന്നുണ്ടോ എന്നൊന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ ഈ ചെക്ക് ചെയ്യുമ്പോഴെന്താണ്, നിങ്ങൾ ഓൾറെഡി അപ്രൂവൽ കിട്ടുകയാണ് നിങ്ങൾക്ക്. അപ്പോൾ ഈ കാര്യം ചെയ്യുമ്പോൾ നിങ്ങൾ തന്നെ അപ്രൂവൽ എടുക്കുകയാണ്, നിങ്ങളുടെ തന്നെ ഒരു സെൽഫ് അപ്രൂവൽ നിങ്ങൾ എടുക്കുകയാണ്. ശരിയാണ്, എനിക്ക് ഈ ലോൺ ചെയ്യാനായിട്ട് പറ്റും എന്നുള്ളൊരു അപ്രൂവൽ നിങ്ങൾക്ക് തന്നെ കിട്ടുകയാണ്. പിന്നെ നിങ്ങൾക്ക് ഈസി ആയിട്ട് നിങ്ങൾക്ക് ആ ലോണിലേക്ക് ഫോർവേഡ് ചെയ്ത് പോകാനായിട്ട് പറ്റും. 5ാമത്തെ കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങളൊരു ബിസിനസ് ഓണർ ആണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാനായിട്ട് പറ്റും. നിങ്ങൾ ഈ ചെയ്യാൻ പോകുന്ന കാര്യം ഔട്ട്സോഴ്സ് ചെയ്യുക എന്നുള്ളതാണ്. ഔട്ട്സോഴ്സ് ചെയ്യുക എന്ന് പറഞ്ഞാൽ, നിങ്ങൾ ആ ഒരു മാസം ജസ്റ്റ് ഇതൊന്ന് ചെയ്ത് നോക്കുക. ഇപ്പോൾ നിങ്ങൾക്കൊരു പുതിയ ക്യാമറ വാങ്ങണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ആ ക്യാമറ വാങ്ങി യൂസ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ശരിക്കും ആ ക്യാമറയുടെ ആവശ്യമുണ്ടോ, അല്ലെങ്കിൽ ആ ക്യാമറ നിങ്ങൾക്ക് റെൻറ്റിന്, ഇപ്പോൾ ക്യാമറയുടെ കേസാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് റെൻറ്റിന് ക്യാമറ കിട്ടുന്ന സ്ഥലങ്ങളുണ്ടാകും. അവിടെ പോയിട്ട് നിങ്ങൾ റെൻറ്റിന് 1-2 ദിവസം എടുത്തിട്ട് നിങ്ങൾ യൂസ് ചെയ്യുക. പലരും ഹൈ എൻഡ് ക്യാമറ വാങ്ങിയിട്ട് അത് പ്രോപ്പറായിട്ട് യൂസ് ചെയ്യാൻ പറ്റാത്ത ആൾക്കാരുണ്ട്. അപ്പോൾ ബിസിനസ് ഓണേഴ്സൊക്കെ ആയിരുന്നാലും വലിയൊരു പ്രോജക്റ്റിനൊക്കെയുള്ള ആവശ്യത്തിനുള്ള കാര്യങ്ങൾ ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ട് പിന്നീട് അത് ഔട്ട്സോഴ്സ് ചെയ്യേണ്ടി വരും. അപ്പോൾ അങ്ങനെ ചെയ്ത് ആദ്യം നോക്കുക. എന്നിട്ട് ഈ പ്രോഡക്റ്റോ അല്ലെങ്കിൽ ഈ ഒരു സർവീസോ നിങ്ങളുടെ ബിസിനസ്സിലോ അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണൽ ലൈഫിലോ ആവശ്യം വരികയാണ്, അല്ലെങ്കിൽ ഇതെൻ്റെ ലൈഫിൽ വന്നു കഴിഞ്ഞാൽ വാല്യൂ കൂടും എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ ലോൺ എടുത്ത് ആ ഒരു പ്രോഡക്റ്റോ സർവീസോ അല്ലെങ്കിൽ ആ ഒരു ബിസിനസ് എക്സ്പാൻഷനിലൊക്കെ നിങ്ങൾക്ക് നീങ്ങാവുന്നതാണ്. ശരിക്കും പറഞ്ഞാൽ ലോണെന്ന് പറയുന്നത് തന്നെ ഒരു ട്രാപ്പാണ്. ശരിക്കും നിങ്ങൾക്ക് ആ എമൗണ്ട് ആ ഒരു മാസം കിട്ടും, അല്ലെങ്കിൽ നിങ്ങൾക്ക് സന്തോഷത്തോടെ ആ ഒരു എമൗണ്ട് നിങ്ങൾക്ക് കയ്യിൽ കിട്ടുമെങ്കിലും പിന്നീട് അത് നിങ്ങളെ പല രീതിയിലും വേട്ടയാടും. കാരണം നിങ്ങളുടെ ക്രിയേറ്റീവായിട്ടുള്ള മൈൻഡ്, ക്രിയേറ്റീവ് എന്ന് പറയുമ്പോൾ നമുക്ക് നല്ല രീതിയിൽ തിങ്ക് ചെയ്യാനുള്ള മൈൻഡ് തന്നെ നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. കാരണം രാവിലെ നമുക്ക് വരുന്നത് തന്നെ ഒരു പ്രഷർ ഫീലിംഗ് ആണ്. കാരണം ഈ ലോണിൻ്റെ EMI അടച്ചില്ല എന്നുണ്ടെങ്കിൽ, ഈ പറയുന്ന കാര്യങ്ങളൊക്കെ അപ്ലൈ ചെയ്തിട്ടാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പ്രഷർ ഇല്ലാതെ മൂവ് ചെയ്യാൻ പറ്റും. കാരണം നിങ്ങൾ ഒരു വർക്കും ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ലോണിൻ്റെ EMI ക്ലിയർ ചെയ്ത് പോകാനായിട്ട് പറ്റും, ഞാൻ ഈ നേരത്തെ പറഞ്ഞ മെത്തേഡ്സൊക്കെ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ. ഓക്കെ, അപ്പോൾ ഇത്രയാണ് എനിക്ക് ഇന്നത്തെ വീഡിയോയിൽ പറയാനായിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ലോൺസൊക്കെ എടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ മാക്സിമം അത് അനലൈസ് ചെയ്ത് നിങ്ങൾക്കത് ആവശ്യമാണ് എന്ന് 100% ഉറപ്പ് വരുത്തിയതിന് ശേഷം ലോണിലേക്ക് പോവുക. കാരണം ഇത് നിങ്ങളുടെ വേറൊരു ലൂപ്പിലേക്കോ അല്ലെങ്കിൽ വേറൊരു ട്രാപ്പിലേക്കോ കൊണ്ടുപോകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതൊരു സെൽഫ് ഡെവലപ്മെൻറ്റ് ചാനൽ, പേഴ്സണൽ ഡെവലപ്മെൻറ്റ് ചാനലായിട്ടാണ് ഞാൻ ഈ വീഡിയോസൊക്കെ ചെയ്യുന്നത്. പിന്നെ ഇതും ഒരു മണിയുമായിട്ട് റിലേറ്റ് ചെയ്തതാണെങ്കിലും നിങ്ങളുടെ പേഴ്സണൽ ലൈഫിനെയൊക്കെ ബാധിക്കുന്ന രീതിയിലായതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോയും കൂടി ഇതിനകത്ത് ചെയ്തത്. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട കമൻറ്റ്സ് ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനോ ഡൗട്ടോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റിൽ താഴെ ചോദിക്കാവുന്നതാണ്.